നമസ്കാരം. നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത കേൾക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പാറശാല ഗ്രൂപ്പിൽ ഉൾപ്പെട്ടു വരുന്ന ക്ഷേത്രങ്ങളിലെ സ്വർണവും അനുബന്ധമായ വിലപിടിപ്പുള്ള നിരവധി സാധനങ്ങൾ കാണാനില്ല എന്ന്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഭക്തരുടെ സംരക്ഷണത്തിനും ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക ഉൾപ്പെടെയുള്ള ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിച്ച് അത് ഭക്തരുടെ ക്ഷേമത്തിനും ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേത്ര പുരോഗതിക്കും വേണ്ടിയൊക്കെ വിനിയോഗിക്കുവാൻ വേണ്ടി സർക്കാർ തലത്തിൽ തന്നെയുള്ള ഒരു വകുപ്പാണ്. എന്നാൽ ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതൽ നമ്മളിങ്ങോട്ട് പരിശോധിച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടതൊന്നും തന്നെ നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ അഴിമതിയെയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിയെയും സൂചിപ്പിച്ചുകൊണ്ട് നിരവധി പ്രസ്ഥാനങ്ങൾ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പരാതികളുമൊക്കെ പലയിടങ്ങളിലായിട്ട് സമർപ്പിച്ചിട്ടും യാതൊരു പരിഹാരങ്ങളും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്ന് സമാപിക്കുന്ന തരത്തിൽ ഒരു ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര നടത്തുകയുണ്ടായി. ഈ യാത്രയിൽ 24 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വർണം ഉൾപ്പെടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ നിലവിലെ അവസ്ഥ നിർണയിച്ച് അത് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കണമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ആ യാത്രയുടെ സമാപന ദിവസം ദേവസ്വം ബോർഡ് പടിക്കൽ യാത്ര എത്തുകയും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒക്കെ പ്രത്യേകമായ കത്തുകൾ നൽകുകയും ഒക്കെ ഉണ്ടായി. എന്തായാലും അത് പരിഗണിച്ചാണോ അല്ലാതെയാണോ ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഗ്രൂപ്പുകളിലൊക്കെ ഇത് കണക്കെടുപ്പ് ആരംഭിച്ചു എന്ന് അറിയാൻ സാധിച്ചു. അതിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഈ പറയുന്ന വിലപിടിപ്പുള്ള പലതും നഷ്ടമായിരിക്കുന്നു എന്ന വസ്തുത. ഇതിനെ ചോദ്യം ചെയ്യുവാനൊന്നും ഭക്തജനങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നിപ്പോൾ പോകുന്നത്. കാരണം ദേവസ്വം ഉദ്യോഗസ്ഥര് അമിതമായ രാഷ്ട്രീയ സ്വാധീനം എല്ലാ മേഖലയിലും ചെലുത്തിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡിലെ അഴിമതി നടത്തി പിടിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. എന്നാൽ ഈ അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ അവസ്ഥ ഉണ്ടായിട്ടും ഈ പിടിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിലവിലെ അവസ്ഥ എന്താണ്? വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡിൽ അഴിമതിക്ക് പിടിക്കപ്പെട്ടാലും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുകയും നിലവിൽ ഏത് പൊസിഷനിൽ ഇരുന്നപ്പോഴാണോ പിടിക്കപ്പെട്ടത് തുടർന്ന് ഒരു സസ്പെൻഷൻ ഏർപ്പാടാക്കുകയും ആ കേസിൻ്റെ അല്ലെങ്കിൽ അഴിമതിയുടെ കാഠിന്യമൊക്കെ ഒന്ന് കുറയുന്ന സമയമാകുമ്പോൾ, അന്വേഷണമൊക്കെ ഒന്ന് കുറയുന്ന സമയമാകുമ്പോൾ ഇരു ചെവി അറിയാതെ തിരിച്ചെടുത്ത് പ്രമോഷൻ സഹിതം അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാതെ ഒരു കാരണവശാലും ദേവസ്വം ബോർഡിലെ അഴിമതിയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഒപ്പം തന്നെ ഈ യാത്രയിൽ ഞങ്ങൾ മറ്റൊരാവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. അതുകൂടി നടപ്പാക്കപ്പെടണം. അതായത് ക്ഷേത്രങ്ങളിൽ അഴിമതി നടത്തി നിയമ നടപടികൾ നേരിടുന്ന ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നതാണ്. ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ
ദേവസ്വം ബോർഡിലെ അഴിമതിക്ക് ഒരു പരിധി വരെയെങ്കിലും പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തുവാൻ സർക്കാർ തയ്യാറാകണം. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അഴിമതികളെ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയക്കാരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ പറയാതെ തന്നെ സമൂഹത്തിനെല്ലാം അറിയാവുന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാവശ്യം കൂടി ആ യാത്രയിൽ ഉന്നയിച്ചിരുന്നു. ദേവസ്വം ബോർഡുകളിലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുക. രാഷ്ട്രീയ യൂണിയനുകൾ അവിടെ നിന്ന് പിരിച്ചുവിടണം. ജീവനക്കാർക്ക് സംഘടന വേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അത് ഉന്നതമായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ താളത്തിനൊത്ത് തുള്ളാനും അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ട നടപ്പാക്കാനുമുള്ള ഒരു സംവിധാനമായിട്ട് മാറുന്ന സ്ഥിതി ഉണ്ടാവരുത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പഠിക്കലൊക്കെ നമ്മൾ ചെന്നാൽ അവിടെ ഭഗവാന്റെ പടത്തേക്കാൾ കൂടുതൽ കാണുന്നത് രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ പടം വെച്ച ഫ്ലെക്സുകളും മറ്റുമാണ്. ദേവസ്വം ബോർഡിൽ എന്തിനാണ് ഇത്രയും രാഷ്ട്രീയ സ്വാധീനവും അധിനിവേശവും എന്ന് നമ്മൾ പരിഗണിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, രാഷ്ട്രീയക്കാരാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് മെമ്പറേയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത്, അവരാണ് നിയോഗിക്കുന്നത്. അപ്പോ തനിക്ക് സ്ഥാനമാനങ്ങൾ തന്നവർക്ക് വേണ്ടി എന്ത് വിടുവേലയും ചെയ്യേണ്ട ഗതികേട് ഈ പറയുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർക്കും അതുപോലെയുള്ള ആളുകൾക്കും ഉണ്ടാവും. വലിയ വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ രാഷ്ട്രീയ നിയമനമാണ് നടക്കുന്നത്. കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രങ്ങളിൽ ഓഫീസർമാരായിട്ടിരിക്കാനെ കൊണ്ട് തിരക്കാണ്. അങ്ങനെ ഇരിക്കാൻ തക്ക ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെ അതിനുള്ള പ്രത്യുപകാരവും പ്രതിഫലവും ഒക്കെ ആ നിയമിക്കുന്ന ആളുകൾക്ക് നൽകേണ്ടിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടിരുന്നു. ദേവസ്വം ബോർഡ് അധികാരികളെ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി നിയമം പരിഷ്കരിക്കണം. ഇപ്പോൾ സത്യത്തിൽ ദേവസ്വം ബോർഡിന്റെ അധികാരികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഭക്തജനങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. അവരുടെ അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ല. അവരെ പരിഗണിക്കാറില്ല. എന്തിന് പറയണം, ഏതെങ്കിലും ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനെതിരെയോ ദേവസ്വത്തിന്റെ നിലപാടിന്റെ തെറ്റായ കാര്യങ്ങൾക്കെതിരെയോ കേസ് കൊടുത്താൽ പിന്നെ ആ ആൾക്ക് ഒരു ക്ഷേത്രത്തിന്റെയും ഭാരവാഹിയാവാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇക്കൂട്ടർ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ഭക്തജനങ്ങൾ പോലും അല്ലെങ്കിൽ ഒരാൾ പോലും ക്ഷേത്രത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ പോലും കോടതിയിൽ പോലും പോകരുതെന്നാണ്. അപ്പൊ ഇത്രയ്ക്ക് ഭക്തജനങ്ങളെ അകറ്റി നിർത്തി എന്നാൽ ഭക്തജനങ്ങളുടെ പണം വേണമെന്ന് പറയുകയും ചെയ്യുന്ന ഈ നിലപാടിനോട് എങ്ങനെ യോജിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇപ്പോ ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പ് നടത്തുന്നതിനോടൊപ്പം തന്നെ വളരെ വ്യക്തമായി തന്നെ നമ്മൾ ആവശ്യപ്പെടുകയാണ്, ഈ ക്ഷേത്രങ്ങളിൽ ഇരുന്ന് ഈ അഴിമതി നടത്തിയ കാലയളവിൽ അല്ലെങ്കിൽ അഴിമതി നടന്ന കാലയളവിൽ അതിന്റെ ഉത്തരവാദിത്വം വഹിച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അവരെ പിരിച്ചുവിടണം. ഒരുപക്ഷെ അവർ റിട്ടയർ ആയി പോയി എങ്കിൽ അവരുടെ പെൻഷൻ തടയണം. അങ്ങനെയുള്ളവർക്ക് പെൻഷൻ കൊടുത്ത് തീറ്റിപ്പോറ്റേണ്ട ഗതികേടാണോ നമുക്കുള്ളത്? അതുപോലെ തന്നെയാണ് ദേവസ്വം അധികാരികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം, അത് പുനഃപരിശോധിക്കണം. ഇപ്പോ നിയമസഭയിലെ ഹിന്ദു MLA-മാരാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെയും പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ തന്നെ എന്ത് വൈരുദ്ധ്യമായ ഒരു അവസ്ഥയുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഹിന്ദു നാമധാരികളായ MLA-ക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ മറ്റു മതവിശ്വാസത്തിൽപ്പെട്ട MLA-മാര് അധിവസിക്കുന്ന മണ്ഡലങ്ങളിലെ ഹിന്ദുക്കളെ പ്രതിനിധാനം ചെയ്യുന്ന എന്ത് സംവിധാനമാണുള്ളത്? അപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളെ, ഭക്തരായ ഹിന്ദുക്കളല്ലേ? അവർക്ക് ഈ പ്രക്രിയയിൽ പങ്കാളിത്തമില്ലേ? അത് അശാസ്ത്രീയമാണ്. അതുകൊണ്ട് ഹിന്ദു നാമധാരികളായ MLA-മാരെ കൊണ്ടല്ല വോട്ട് ചെയ്യിക്കേണ്ടത്. ഈ പറയുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഭക്തജനങ്ങൾക്ക് അധികാരികളെ തെരഞ്ഞെടുക്കുവാൻ അധികാരമുണ്ടാകുന്ന തരത്തിൽ നിയമം പരിഷ്കരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അവിടെ രാഷ്ട്രീയക്കാർക്ക് കടന്നുകൂടി
എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാവരുത്. അതിന് വ്യക്തമായൊരു പദ്ധതി കൂടി വെക്കേണ്ടത്, നമ്മളതും നമ്മുടെ ആവശ്യങ്ങളിൽ ഉന്നയിച്ചിരുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഭാരവാഹികളാക്കരുത്. ഭക്തരുടെ കാര്യം നോക്കാൻ ഭക്തര് പോരെ, ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചു കൊള്ളട്ടെ. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയമാണ് പ്രവർത്തിക്കുന്നത്, രാഷ്ട്രീയ പ്രവർത്തനമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ മേഖലയിൽ സജീവമാകൂ. ആ മേഖലയിൽ സജീവമായി നിന്നുകൊണ്ട് ഭക്തജനങ്ങളെ കൂടി ഭരിക്കണം, ക്ഷേത്രം കൂടി ഭരിക്കണം എന്ന ആ ഒരു മോഹം തെറ്റല്ലേ? അതുകൊണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ ഭരണ നിർവഹണ മേഖലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവരെ അതിന് അനുവദിക്കരുത്. സജീവ രാഷ്ട്രീയ പ്രവർത്തനമില്ലാത്ത എത്രയോ അറിവുള്ള ശ്രേഷ്ഠരായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ആ ക്ഷേത്ര കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ അമിതമായ രാഷ്ട്രീയ ഇടപെടലിന് യാതൊരു സാധ്യതയും ഉണ്ടാവില്ല. ഇത് വളരെ പ്രത്യേകമായി പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡിലെ അമിതമായ രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് മറ്റൊരവസ്ഥ എന്താണ്? ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റ് പരപ്രകാരത്തിലും ആക്ഷേപിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു സംഭവത്തിലെങ്കിലും ദേവസ്വം ബോർഡ് ഇന്ന് വരെ പ്രതികരിച്ചിട്ടുണ്ടോ? പിന്നെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി പ്രതികരിക്കേണ്ടത് ആരാണ്? ഇവിടെ ഹൈന്ദവ സമൂഹത്തിന്റെ ആധികാരിക സംവിധാനം എന്ന നിലയിലാണല്ലോ ദേവസ്വം ബോർഡ് നിലകൊള്ളുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ദേവസ്വം ബോർഡ് ഈ ഹൈന്ദവ വിശ്വാസ ആചാരങ്ങളെ ആക്ഷേപിക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? പിന്നെ ആരാണ് പ്രതികരിക്കേണ്ടത്? ഹിന്ദു സംഘടനകളാണ് പ്രതികരിക്കേണ്ടത്. ഈ ഹിന്ദു സംഘടനകൾക്ക് ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും അധികാരമുണ്ടോ? അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെ ദേവസ്വം ബോർഡ് മാനിക്കാറുണ്ടോ? അപ്പൊ ഇവിടെ ഹൈന്ദവ സമൂഹത്തിന്റെ സംരക്ഷണമാണ് ദേവസ്വം ബോർഡിന്റെ ഉദ്ദേശ്യമെങ്കിൽ തീർച്ചയായിട്ടും ആ സംരക്ഷണത്തിന് ഉതകുന്നതായ പദ്ധതികൾ നിയമം മൂലം നടപ്പാക്കപ്പെടണം എന്നത് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ മതപാഠശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ദേവസ്വം ബോർഡിൽ പ്രധാനമാണ് ആധ്യാത്മിക പഠന സമ്പ്രദായം. അതിന് പ്രത്യേക നിയമാവലിയുണ്ട്. അതിന് കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ വയ്ക്കാറുണ്ട്. പക്ഷെ 1 രൂപ പോലും ചെലവഴിക്കാത്ത സാഹചര്യവും നിലവിലുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഇറങ്ങിയാൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവർക്ക് പിന്നീട് അവിടേക്ക് ചെന്ന് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധം ജീവനക്കാർ വലിയൊരു വേലി അവിടെ തീർക്കുകയും ചെയ്യും. എന്ന് മാത്രവുമല്ല, അവരുടെ ജീവിതമാർഗം വരെ അടയ്ക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ദേവസ്വം ബോർഡിലുണ്ട്. അത് തെളിവ് സഹിതം പൊതുസമൂഹത്തിൽ വെക്കുന്നതിന് തയ്യാറുമാണ്. അത് ആയി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതുമാണ്. അപ്പൊ എന്തായാലും ഇവിടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ കൊള്ള അത് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡ് വ്യവസ്ഥിതിയിൽ രാഷ്ട്രീയക്കാർക്ക് ഇടപെടുന്നതിന് കഴിയാത്ത വിധം നിയമം പുനഃപരിശോധിക്കണം, പുനഃപരിഷ്കരിക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും ഇതൊരു ഹൈന്ദവ വിശ്വാസിയുടെ പ്രതികരണമാണ്. മാത്രവുമല്ല, ദേവസ്വം ബോർഡിലെ അഴിമതിയുമായി സംബന്ധമായൊരു അന്വേഷണം നടന്നാൽ ആ അന്വേഷണത്തിൽ ആരാണോ പ്രതി, ആ പ്രതിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ആ കേസ് ഇല്ലാതാക്കി വാദിയെ പ്രതിയാക്കുന്ന സംഭവങ്ങൾ നിരവധിയായിട്ട് ദേവസ്വം ബോർഡിൽ നടന്നിട്ടുണ്ട്. അതും തെളിവ് സഹിതം പറയാൻ നമുക്ക് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ ക്ഷേത്ര ഭരണസമിതികളിൽ വരുന്നത് തടയണം. ഇതൊക്കെ നമ്മൾ ഹൈന്ദവ അവകാശ സംരക്ഷണ യാത്രയിൽ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര വിശ്വാസത്തിനെയും ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കലാപരിപാടികൾ ഇതൊക്കെ അവിടെ നടത്തപ്പെടുന്നു. ഇതൊക്കെ ആരാ നിയന്ത്രിക്കേണ്ടത്? അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടിയല്ലേ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം നമുക്കുള്ളത്? അത് മാത്രവുമല്ല, ഈ പറയുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ജോലിക്ക് ആളുകളെ നിയമിക്കുമ്പോൾ ഇന്ന് എന്താണ് മാനദണ്ഡം?
ഹൈന്ദവ വിശ്വാസങ്ങളിൽ അറിവുള്ളവരെയാണ് നിയമിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിനുവേണ്ടി ഒരു ആധ്യാത്മിക പഠന സമ്പ്രദായം ഇല്ല. അപ്പോൾ ഇവിടെ ഹിന്ദു സമൂഹത്തിൻ്റെ ആധ്യാത്മിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ക്ഷേത്രങ്ങളിൽ ജോലി ലഭിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരനായാൽ മതി എന്ന ഒരു ഗതികേട് മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡുകളിലെ ആധ്യാത്മിക പഠന ക്ലാസ്സുകളിൽ പഠിച്ച് വിജയിച്ചവർക്ക് മാത്രം ദേവസ്വം ബോർഡിലെ ജോലി നൽകണം എന്നൊരാവശ്യവും നമ്മൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര നടത്തിയത്. ഇത് ഹിന്ദുവിൻ്റെ അവകാശമാണ്. കാരണം ആധ്യാത്മികത പഠിച്ചവൻ വേണം ആധ്യാത്മിക കേന്ദ്രമായ ക്ഷേത്രങ്ങളിലെ ജോലി നിർവഹിക്കുവാൻ. ആധ്യാത്മികം പഠിച്ചവരായിരിക്കണം ദേവസ്വം ബോർഡ് നയിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായതുകൊണ്ട് ദേവസ്വം ബോർഡിനെ നയിക്കാം എന്ന ആ ഒരു ധാരണ തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണ്. എന്ന് മാത്രവുമല്ല, അടിയന്തിരമായി ചെയ്യേണ്ടത് ദേവസ്വം ബോർഡുകളിൽ ഇരുന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ ഇരുന്ന് അഴിമതി നടത്തിയ ആ അന്വേഷണം നേരിടുന്നവരായാൽ പോലും അവരെ ജോലിയിൽ തുടരേണ്ട ആവശ്യമില്ല. അവർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം. കാരണം ഇവിടെ ഇഷ്ടം പോലെ സേവനം ചെയ്യാൻ തയ്യാറുള്ള ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അവരെ ചുമതലപ്പെടുത്തു. അഴിമതി നടത്തുന്നവരെ വീണ്ടും സംരക്ഷിച്ച് പ്രമോഷൻ കൊടുത്ത് നിലനിർത്തുന്ന സംവിധാനം ദേവസ്വം ബോർഡ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും അതിന് എല്ലാ ഹൈന്ദവ സഹോദരങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനവും അഭിപ്രായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പിന്തുണയും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെയാണ് ആധ്യാത്മിക മേഖലയിലുള്ള ആചാര്യസ്ഥാനത്തിരിക്കുന്നവരും ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിരിക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ട് തിരുത്തുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ.